ഹലോ, എനിക്കറിയേണ്ട സംശയം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ആ ചർച്ച ജമാൽ സാഹിബുമായിട്ട് ഞങ്ങൾ ഇപ്പം നടത്തിയിട്ടേ ഉള്ളൂ. ജമാൽ സാഹിബ് തന്നെ നിങ്ങളുടെ ഈ ഐഡിയുടെ താഴെ നോക്ക്, റഷീദ് കല്ലേരി, അതിന് താഴെ ജമാൽ കൊടുവള്ളി എന്ന ഒരു ഐഡി കാണാം, ഒരു പേര്. ആ ഐഡിയിലുള്ള സുഹൃത്ത് മുജാഹിദ് പ്രവർത്തകനാണെന്നാണ് വാദമുണ്ട്. വാദത്തിൽ ചർച്ച ചെയ്ത വാദത്തിൽ മുജാഹിദ് പ്രവർത്തകന്റെ വാദമാണ് വാദിച്ചത്. ആള് മുജാഹിദാണോ അല്ലേ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇതുവരെ സംസാരിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയം അമലുകൾ. നമ്മളെ ചോദ്യം അമലുകളെ കുറിച്ചല്ലേ അബ്ദുറഹ്മാൻ സാഹിബ്? അങ്ങനെ തന്നെയല്ലേ? അമലുകൾ അല്ലേ അബ്ദുറഹ്മാൻ സാഹിബ്? അങ്ങനെ തന്നെയല്ലേ ചോദ്യം? അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അത് തന്നെ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അമലുകളെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി തങ്ങൾ പഠിപ്പിക്കാത്ത വല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതും പഠിക്കേണ്ടതും ഉണ്ടോ എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അല്ലേ? അതന്നെ ബഹുമാനപ്പെട്ട, ഞാൻ എളുപ്പം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട എളുപ്പം വിഷയം തീരാൻ വേണ്ടിയാണ് സഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അടിസ്ഥാന തത്വശാസ്ത്രങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഒന്നിരിക്കൽ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ വാക്കുകൊണ്ട്, അല്ലെങ്കിൽ അംഗീകാരം കൊണ്ട് പഠിപ്പിച്ചിട്ടില്ലാത്ത അമലുകളും ഭൂമി ലോകത്ത് നല്ലതായിട്ട് ഉണ്ട്. ഇതാണ് സഹാബ കിറാം മനസ്സിലാക്കിയത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജിന്റെ സമയത്ത് തൽബിയത്ത് ചൊല്ലാൻ നമുക്ക് വേണ്ടി പഠിപ്പിച്ചത് എങ്ങനെയാ അറിയില്ലേ? അബ്ദുറഹ്മാൻ സാഹിബിന് അറിയില്ലേ? തൽബിയത്ത്, ഹജ്ജിന് തൽബിയത്ത് ചെല്ലുന്നത് രൂപം നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഇബാദത്തിന്റെ ഒരു രൂപം നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ല്ലേ? ആ തൽബിയത്ത് നിങ്ങൾക്ക് അറിയില്ലേ? ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അറിയാം. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചൊല്ലുകയാണ് എന്ത്? തൽബിയത്തിൽ നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ഭാഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചിട്ടില്ലാത്ത തൽബിയത്തിന്റെ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? മുത്തബിഉ സുന്ന, സുന്നത്തിനെ പൂണ്ടുപിടിച്ച് ചെയ്യുന്ന ആള് എന്നാണ് ബഹുമാന്യന്മാരായ ആലിമീങ്ങളും ഉലമാക്കളും ഒക്കെയും പറഞ്ഞിട്ടുള്ളത്. അത്രയും സുന്നത്തിന്റെ കാര്യത്തിൽ അതീവ ബദ്ധശ്രദ്ധനായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന് പുറമെ ചില നല്ല കാര്യങ്ങളുണ്ട് എന്നും അത് ചെയ്യല് പുണ്യകരമാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പുണ്യകരമാണ് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? കേട്ടോളി. ആ ഹദീസ് കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന തൽബിയത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഖാല, ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്ത് റാവിയുടെ പറയാ, വകാന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യസീദു, യാസ്തിയാക്കാറുണ്ടായിരുന്നു ഫിഹാ,
ആ നബി തങ്ങൾ പഠിപ്പിച്ച തൽബിയത്തിൽ അധികരിപ്പിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. ലബ്ബൈക ലബ്ബൈക് വസഅദൈക് വൽ ഖൈറു ബിയദൈക് വറഗ്ബാഉ ഇലൈക വൽ അമൽ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാസ്തിയായിട്ട് ചൊല്ലാറുണ്ടായിരുന്നു. എന്താ ബഹുമാനപ്പെട്ടവർ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? നബിതങ്ങൾ എല്ലാ കാര്യവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നബിതങ്ങൾ എല്ലാറ്റിന്റെയും അടിസ്ഥാനം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ പുറമേ ചില നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ മനസ്സിലാക്കുകയും റളിയല്ലാഹു തആല അൻഹുമ ബഹുമാനപ്പെട്ടവരെ അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? മൈക്കെടുത്ത് പറഞ്ഞോളൂ, മൈക്കെടുത്തോളൂ. ഹലോ, നമുക്ക് നിങ്ങൾ ഹലോ എന്നാക്കിയിട്ട് മിണ്ടാതിക്കല്ല. നിങ്ങളെ കൂടെയുള്ള ആള് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താ? ഞാൻ മലയാളി മറ്റേ എന്താണ് അബ്ദുറഹ്മാൻ ആരാണ്? പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഓക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കൂല. ഒരാള് മൈക്കിലുണ്ടെങ്കിൽ ആ മൈക്കിൽ പറയുന്ന ആൾക്ക് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് എന്ത് ചെയ്യൂല? കേൾക്കൂല. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പബ്ലിക്കിൽ നോക്കിയാൽ യെസ് എന്ന് കാണും, കേൾക്കാം എന്ന് കാണും, പറഞ്ഞോളൂ എന്ന് കാണും. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ അവിടെ താഴെ ഒരു LED ലൈറ്റ് ഉണ്ടാവും. അത് മറ്റേ ഇയാൾ പറഞ്ഞുതരും. ഞാൻ മലയാളി എന്നുള്ള ഐഡിയയിലുള്ള സുഹൃത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ അദ്ദേഹം നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. മൈക്കോട്ടു. സഹാബാക്കൾ ചെയ്തത് നമുക്ക് അംഗീകരിക്കാം, അല്ലേ? അത് സത്യം തന്നെയാണ്. സഹാബാക്കളിന് ശേഷമുള്ളവര് എന്തെങ്കിലും പുതിയതായിട്ട്, അത് ഇപ്പോഴോ പഴയതായിട്ടോ അങ്ങനെ ഇസ്ലാമിലൊന്ന് ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇബാദത്തിൽ പെടുമോ? അതിനെന്താ അടിസ്ഥാനം? ഗുഡ്, നല്ല ചോദ്യമാണ്. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് കറക്റ്റാ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പൊ ബോധ്യപ്പെട്ടില്ല. നിങ്ങൾ ആദ്യത്തെ ചോദ്യം സ്വർഗത്തിലേക്ക് കടക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾ വിധം പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ സഹാബത്ത് എന്തിനാ കൂട്ടിയത്? അബ്ദുറഹ്മാൻ സാഹിബ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ഞാൻ മലയാളി എന്ന ഐഡിയയിൽ നിന്നുള്ള സുഹൃത്ത് അബ്ദുറഹ്മാൻ സാഹിബിനോട് ഒന്ന് അദ്ദേഹത്തിനോട് പറയണം, ഇല്ലേ? പിന്നെ എന്തിനാ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കൂട്ടിയത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്തിനാ കൂട്ടിയത്? എന്തിനാണ് ഇവിടെ കൂട്ടിയത്? അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. എന്തിനാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാ കാര്യവും റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൂട്ടിയത്? ഒന്ന് മൈക്കെടുത്തോളൂ. സഹാബാക്കളെ പിൻപറ്റാൻ പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യവും പഠിപ്പിച്ച് തന്നിട്ടില്ലേ അബ്ദുറഹ്മാൻ സാഹിബ്? അബ്ദുറഹ്മാൻ സാഹിബ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാ കാര്യവും നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അപ്പൊ നബി തങ്ങൾ ഇത് സ്വർഗത്തിൽ കടക്കുന്ന കാര്യമായിട്ടാണല്ലോ ആര് ചെയ്തതും? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചെയ്തതും ഇത് സ്വർഗത്തിൽ കടക്കുന്ന കാര്യമായിട്ടല്ലേ? അല്ലേ? ഇതുകൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നു കരുതിയിട്ടല്ലേ? ആണോ? അല്ലേ? വേഗം പ്രതികരിക്കുക ആണ്. അപ്പോൾ നബിതങ്ങള് സ്വർഗത്തിൽ കടക്കാനുള്ള എല്ലാ കാര്യവും പഠിപ്പിച്ചിട്ടില്ല എന്നാണോ, പഠിപ്പിച്ചു എന്നാണോ സഹാബത്ത് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണോ, പഠിപ്പിച്ചിട്ടില്ല എന്നാണോ സഹാബത്ത് മനസ്സിലാക്കിയത്? പഠിപ്പിച്ചു എന്നാണെങ്കിൽ പിന്നെ ഇതെന്തിനാ കൂട്ടുന്നത്?
നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാ കാര്യവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയണത്. ശരിയല്ലേ? അല്ലേ? അത് നിങ്ങൾ എസ് അടിക്കുന്നു ആണ് എന്ന്. ശരി, അങ്ങനെയാണ് സഹാബത്തും വിശ്വസിച്ചത് എങ്കിൽ പിന്നെ എന്തിനാണ് സഹാബത്ത് ഇതിൽ നിന്ന് കൂട്ടുന്നത്? അപ്പൊ സഹാബത്തിന് ആ വിശ്വാസം ഇല്ലേ? നബി അങ്ങനെ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് കൂട്ടാൻ പാടില്ല, നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. മാത്രമല്ല, മൻ അഹദസ ഫീ അംറിനാ ഹാദാ ഫഹുവ റദ്ദൻ, റസൂലുള്ള പറഞ്ഞത് സഹാബത്തുൽ കിറാമിനോടല്ലേ. ദീനുൽ ഇസ്ലാമിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം പടച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? അത് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അതിങ്ങനെ ജാസ്തിയാക്കാൻ പാടുണ്ടായിരുന്നോ? നമുക്ക് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ തുടരാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ്. ഞാൻ അബ്ദുറഹ്മാൻ സാഹിബ് വരുന്നത് നേരത്തെ വന്ന ചർച്ച ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് അത് തുടരാം എന്നാണ്. അതല്ല എന്റെ പ്രശ്നം. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾക്ക് യാസ്തിയാക്കാൻ പറ്റുമോ പറ്റൂലേ? യാസ്തിയാക്കുന്നത് കൊണ്ട് എന്ത് മനസ്സിലാവും? ഒന്നിക്കൽ നബി എല്ലാ കാര്യവും പഠിപ്പിച്ചിട്ടില്ല എന്ന് വരും, അല്ലെങ്കിൽ നബി പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് വരും. രണ്ടിലൊന്ന് വരണം. മനസ്സിലായില്ലേ? മൈക്കെടുത്തോളൂ. സഹാബാക്കളെ തീർച്ചയായും പിൻപറ്റാതെ എന്റെ സഹാബാക്കൾക്ക് തെറ്റുപറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ. അതിന് പിന്നെ വേറെ വർത്തമാനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെയല്ലേ സഹാബാക്കൾക്ക് തെറ്റുപറ്റില്ല എന്ന്, എന്റെ സഹാബാക്കൾക്ക് തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞത് തന്നെയല്ലേ. സഹാബാക്കളുടെ ശേഷം പുതിയതായിട്ട് ശരീരത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കപ്പെടണമോ പെടാൻ പാടില്ലയോ എന്നാണ് എന്റെ ചോദ്യം. പിന്നെന്താ? അങ്ങനെ ഇല്ലട്ടോ ഹബീബേ, അബ്ദുറഹ്മാൻ സാഹിബേ. സഹാബത്തിന് തെറ്റുപറ്റൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. റസൂലല്ലേ മാസൂമുള്ളൂ, സഹാബികൾ മാസൂമിങ്ങളാണോ? അങ്ങനെ ഉണ്ടോ? അല്ലാ, അങ്ങനൊന്നും പറയരുത്. സഹാബത്ത് മാസൂമിങ്ങളാണോ? സഹാബത്തിന് തെറ്റുപറ്റൂല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടൊന്നും ഇല്ലട്ടാ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് തെറ്റിദ്ധാരണയാണ്, സുഹൃത്ത്, തിരുത്തണം. കാരണം ഇതൊക്കെ സഹാബികളിൽ പ്രമുഖനായിരുന്നു മാഇസ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടുണ്ട്. മാഇസ് റളിയല്ലാഹു തആല അൻഹു, മാഇസുൽ അസ്ലമി തങ്ങള് മഹാനായ സഹാബിയ, അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റുപറ്റുകയും ചെയ്തിട്ടുണ്ട്, ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഞാൻ റഷീദ് സാഹിബ് മൂപ്പരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആ ഫുറുഇയാത്തുകളിലേക്ക് നമുക്ക് വിഷയങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിന് തെളിവ് പറയുന്നൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയണില്ല. അതുകൊണ്ട് സഹാബത്തിന് തെറ്റൊക്കെ സംഭവിക്കാം, അത് ആർക്ക് മാത്രമേ ഉള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മറ്റുള്ള അമ്പിയാക്കളും അവരാണ് മാസൂമീങ്ങളുള്ളൂ. മറ്റുള്ള ആരും മാസൂമീങ്ങളല്ല. അവർക്കൊക്കെ തെറ്റ് സംഭവിക്കാവുന്നതാണ്. നമ്മളെ വിഷയം അതല്ല. ശരിക്കും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതിനേക്കാളും കൂടുതൽ ദീനിൽ ഒരു കാര്യം, നബി തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം സഹാബത്തിന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പ്രതികരിക്കുക. അബ്ദുറഹ്മാൻ സാഹിബ് ഒന്ന് പ്രതികരിക്കുന്നോട്. നബി തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം സഹാബികൾക്ക് ദീനിൽ ചെയ്യാൻ പറ്റുമോ? ഒന്ന് പ്രതികരിക്കും. പറ്റുമെങ്കിൽ പറ്റുന്ന അടിക്കുക, ഇല്ലെങ്കിൽ ഇല്ലാന്ന് അടിക്കുക. നബി തങ്ങൾ ചെയ്തിട്ടില്ല. ഓക്കെ, മൈക്കെടുത്ത് പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചതിന്റെ ചോദ്യത്തിന് പൂർണ്ണമായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞതിന് അപ്പുറത്ത് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താനുള്ള അവകാശമുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് മൈക്ക് കിട്ടാത്ത സുഹൃത്ത് മൈക്കിന് വേണ്ടി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മൈക്ക് കിട്ടൂല. ശ്രദ്ധിക്കുക. മാഷാ അല്ലാഹ്, ബാക്കി ഉസ്താദ് ബൗൺസ് ചെയ്ത് കഴിഞ്ഞു. മാഷാ അല്ലാഹ്, ശ്രദ്ധിക്കുക.
അത് പറ്റുമെന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. അത് പറ്റുമെന്നാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. അതിനാണ് ഞാൻ ഹദീസ് രേഖ ഉദ്ധരിച്ചത്. സഹാബികൾ മനസ്സിലാക്കിയതുപോലല്ലേ നമ്മൾ ദീന് മനസ്സിലാക്കേണ്ടത്. സഹാബികൾ പറ്റുമെന്നാണ് മനസ്സിലാക്കിയത്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറ്റുമെന്നാണ് മനസ്സിലാക്കിയത്. അതിനാണ് ഞാൻ ഹദീസ് സഹീഹ് മുസ്ലിമിൽ നിന്ന് കിതാബുൽ ഹജ്ജിൽ നിന്ന് ഞാൻ രേഖ ഉദ്ധരിച്ചത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മൈക്കെടുത്തോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം. എന്തു പറ്റി? എന്ത് റിലീസ് ചെയ്യുന്നു? ഞാൻ അതിന് മറുപടി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയതല്ല, സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ദീനിൽ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത നല്ല കാര്യങ്ങൾ ദീനിൽ ചെയ്യാൻ പറ്റും എന്നാകുന്നു. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത നല്ല കാര്യങ്ങൾ ദീനിൽ ചെയ്യാൻ പറ്റും എന്നാകുന്നു. ഏറ്റുകയും കുറക്കുകയും ചെയ്യാം എന്നാകുന്നു. അതിനാണ് ഞാൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ദീനിൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത തൽബിയത്ത് യാസ്തിയാക്കിയത്. ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി എന്താ ഉള്ളത്? മൈക്കെടുത്ത് പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. പിന്നെ മൂപ്പര് പറയുന്നത് ഞാൻ പറഞ്ഞത് ഉസ്താദ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് ഞാൻ മൈക്ക് എടുക്കുന്നില്ല, ഞാൻ തോറ്റു, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ ഉസ്താദ്, അസ്സലാമു അലൈക്കും. അബ്ദുറഹ്മാൻ സാഹിബ്, അതെന്ത് വർത്താനം? നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണം എന്നൊരു ദുർവാശി ശരിയല്ലല്ലോ. നമ്മൾ അങ്ങനല്ലേ? ഹക്ക് ആര് പറയുന്നു അത് അംഗീകരിക്കുക എന്നല്ലേ. ഞാനിപ്പോ പറഞ്ഞത് എന്താ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് അങ്ങനല്ലേ? എന്ത്? നബി പഠിപ്പിക്കാത്ത നല്ല കാര്യങ്ങൾ ദീനിൽ ചെയ്യാം എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി മനസ്സിലാക്കിയതുപോലെ ഞാനും മനസ്സിലാക്കുന്നു, നബി തങ്ങൾ പഠിപ്പിക്കാത്ത നല്ല കാര്യങ്ങൾ ദീനിൽ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാ ഞാൻ പറയുന്നത് തെറ്റായി പോവുക? നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണമെങ്കിൽ അത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റാന്ന് പറയലായി പോകൂലേ? അത് ശരിയാകുമോ? അബ്ദുറഹ്മാൻ സാഹിബ് ഇപ്പൊ പറഞ്ഞ അടിസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ പോലെ തന്നെ ഞാനും പറയാൻ നിൽക്കുക. എന്ത്? നബി തങ്ങള് പഠിപ്പിക്കാത്ത നല്ല കാര്യങ്ങളൊന്നും ദീന് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ നല്ല കാര്യമൊന്നും ഇല്ല എന്ന് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞാല് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റാണ് എന്നല്ലേ പറയേണ്ടി വരിക? അതിനേക്കാളും നല്ല അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് തെറ്റാണ് എന്നല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പ്രിയ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങള് ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാളും എളുപ്പവും നല്ലതും ഏറ്റവും ഉത്തമവും അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത് തെറ്റാണെന്ന് വിശ്വസിക്കലല്ലേ എനിക്ക്? അങ്ങനല്ലേ? അതാ ഞാനിപ്പോ പറഞ്ഞത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നോട് പിണങ്ങരുത്, മൈക്കെടുത്തിട്ട് പറയുക. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് കണ്ടും കേട്ടും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ മനസ്സിലാക്കിയത് ദീനിൽ നബി തങ്ങൾ പഠിപ്പിക്കാത്ത അനവധി നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ചെയ്യാം എന്നാകുന്നു. ഇതാ ഞാനും മനസ്സിലാക്കിയത്. ഇത് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ മനസ്സിലാക്കിയതാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയതുപോലെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. മൂപ്പരിപ്പോ ഇനി മൈക്ക് എടുക്കുന്നില്ല എന്നാ പറയുന്നത്. മൂപ്പരിക്ക് ഇപ്പൊ ഉസ്താദ് പറഞ്ഞതിന്റെ മറുപടി കൊടുത്തപ്പോ അതിന്റെ ബാക്കി മൂപ്പരിക്ക് സംസാരിക്കാനും കഴിയുന്നില്ല, ചോദിക്കാനും കഴിയുന്നില്ല. ഇതുപോലുള്ള ഒരു അവസ്ഥ ഈ ബക്കാലിയിലുള്ള 2-3 പേർക്ക് എല്ലാവർക്കും മൂപ്പര് ഇങ്ങനെ മക്കാമിൽ പോകാൻ പാടില്ല, ഔലിയാക്കടുത്ത് പോകാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ മൂപ്പര് ഇങ്ങനെ ഉസ്താദിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ മൂപ്പരിപ്പോ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ഉസ്താദ് മറുപടി കൊടുത്തപ്പോ മൂപ്പർക്ക് ചോദിക്കാനില്ലാതെയായി. ഇനിയിപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് അർത്ഥമില്ല. തോറ്റു മൂപ്പരനെ അപ്പോഴൊന്ന് പറയാനിപ്പോ
അപ്പൊ ഇനിയിപ്പം ബാക്കിയുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി മൂപ്പരിക്കും മൈക്ക് കൊടുക്കണമെന്നില്ലല്ലോ. ഉസ്താദിന് എടുക്കുന്നില്ല മൂപ്പരിക്കും പറയണം. ഉസ്താദ് കേൾക്കുന്നുണ്ടാവും പറയുന്നത്. അപ്പൊ ഉസ്താദ് അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹ്മാൻ സാഹിബ് മൈക്ക് എടുക്കണം എന്നാണ് എന്റെ അപേക്ഷയാണ്. ഇതൊരു അപേക്ഷയായിട്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വാശിയുടെ, സത്യത്തിൽ എനിക്ക് അബ്ദുറഹ്മാൻ സാഹിബിനെ ഡയറക്റ്റ് പരിചയമൊന്നുമില്ലല്ലോ. അബ്ദുറഹ്മാൻ സാഹിബിന് ഡയറക്റ്റ് എന്നെയും പരിചയമില്ല. നമ്മളെന്തിനാ വെറുതെ ഒരു വാശിയുടെയും ഒരു കുറവിന്റെയും ലജ്ജയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ. ദീനിന്റെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബ് സ്വീകരിച്ചോളൂ. അല്ല, അബ്ദുറഹ്മാൻ സാഹിബ് തള്ളിക്കളഞ്ഞോളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അബ്ദുറഹ്മാൻ സാഹിബിന് പറയുന്നത് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട എനിക്കും അത് സ്വീകരിക്കാമല്ലോ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് മൈക്കിലേക്ക് വരണം എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ രണ്ടുപേരുടെയും ആഖിറം രക്ഷപ്പെടണം. ഒന്നിരിക്കൽ നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അംഗീകരിക്കുക. രണ്ടുപേരുടെയും ആഖിറം രക്ഷപ്പെടുത്താൻ ആ ഒരു ബാധ്യത നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എന്നെപ്പോൾ തന്നെ നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൈക്കിലേക്ക് വന്നിട്ട് ഒന്നും കൂടെ ആ വിഷയത്തോട് പ്രതികരിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ പ്രതികരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് ഡയറക്റ്റ് കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള ബഹുമാന്യനായ സഹാബി അബ്ദുല്ലാഹിബ്നു ഉമർ, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയ പുത്രൻ, ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കുന്നത് എന്താ, നബി തങ്ങള് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നും ആ നല്ല കാര്യങ്ങൾ നമുക്കെന്ത് ചെയ്യാം, നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ചെയ്യാം എന്നുമാകുന്നു. അത് നമുക്ക് പിൻപറ്റിക്കൂടെ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമുക്കും അങ്ങനെ മനസ്സിലാക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് അതിലുള്ള കുറ്റം? അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ അങ്ങനെയല്ലേ മനസ്സിലാക്കിയത്? നമ്മൾ അങ്ങനെയല്ലേ ദീന് മനസ്സിലാക്കേണ്ടത്? സഹാബികൾക്ക് മനസ്സിലായതുപോലെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാ ഞങ്ങളോട് ചോദിക്കുന്നത്. പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയ സുഹൃത്തിനെ വളരെ സ്നേഹപൂർവ്വം മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് പറഞ്ഞതിന്റെ സത്യം, നമുക്ക് ആഖിറമാണ് നമ്മുടെ നോട്ടം. ആഖിറം നമ്മൾ ക്ലിയർ ആകണം. അപ്പോ സത്യം മനസ്സിലാകണം, അത്രയേ ഉള്ളൂ. ഇല്ലാതെ നമുക്ക് തർക്ക വിഷയമോ ഇല്ല മറ്റുള്ളവരുടെ സമയത്തിനെ കൊല്ലുകയോ ഈ ഉദ്ദേശമൊന്നും നമുക്കില്ല. സത്യങ്ങൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നല്ലത് തന്നെ. ഞാൻ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യമുണ്ടല്ലോ, നമുക്കൊന്നും അറിയില്ല. മനസ്സിലായി. തീർച്ചയായും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ തർക്ക വിഷയത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് വാദപ്രതിവാദം നടത്താനല്ല ഞാൻ വന്നത്. തീർച്ചയായും പറഞ്ഞത് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അല്ലാതെ മറ്റുള്ള ഏടാകുടങ്ങളൊന്നും നമ്മുടെ ഉദ്ദേശത്തിലില്ല. അത്രേ ഉള്ളൂ. അല്ല, ഇനി അടുത്ത സംശയം പറയുന്നത് ഈ മക്കബറയിൽ പോണതും മറ്റുള്ളതും തന്നെ. മനസ്സിലായില്ലേ? അല്ലാഹുവല്ലാതെ നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വലിയകള് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അവരോടത്തൊക്കെ പലവരും പല ആഗ്രഹങ്ങളും ആശകളും ഭൗതികമായിട്ടും അഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? ഇത് എന്താണ് ഇതിന്റെ കഥ? അതൊന്ന് അറിഞ്ഞാന്ന് കൊള്ളായിരുന്നു. ഓക്കെ 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 മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പോ ഒന്നാമത്തെ ചോദ്യം അത് ക്ലിയർ ആയി ഇല്ലേ? അബ്ദുറഹ്മാൻ സാഹിബ് ആണെങ്കിൽ ഒരു എസ് അടിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയി കഴിഞ്ഞു ഇല്ലേ? ആ വിഷയം ഇനി ബാക്കിയുണ്ടെങ്കിൽ ഓക്കെ മാഷാ അല്ലാഹ്. ഒന്നാമത്തെ വിഷയം ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടാമത്തെ വിഷയം, മക്ബറയിൽ പോയിട്ട് നമ്മൾ ആശകളും പ്രത്യാശകളും ആഗ്രഹ സഫലീകരണങ്ങളും തേടുന്നു. ഇതെന്താണ് എന്നാണ്. നല്ല ചോദ്യമാണ്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് അതിന്റെ ഇടയിൽ ഒന്ന് വെച്ചു, എന്ത് അഭൗതികമായ സഹായങ്ങൾ ഇല്ലേ? അബ്ദുറഹ്മാൻ സാഹിബ് അതൊക്കെ തേടുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ശരി. ഇവിടെ രണ്ട് പാർട്ടാക്കുക നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചർച്ചയ്ക്ക്. അഭൗതികമായ സഹായം തേടുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരോടും പാടില്ല, മരിച്ചവരോടും പാടില്ല. ശരിയല്ലേ? നിങ്ങളെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് പ്രകാരം അങ്ങനല്ലേ? അഭൗതികമായ സഹായം ജീവിച്ചിരിക്കുന്നവരോടും പാടില്ല, മരിച്ചവരോടും പാടില്ല. അങ്ങനെ തന്നെയല്ലേ?
ആണ്. അഭൗതികമായ സഹായം ജീവിച്ചിരിക്കുന്നവരോടും പാടില്ല, മരിച്ചവരോടും പാടില്ല. ഭൗതികവും അഭൗതികവും മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഭൗതികവും ചോദിക്കാൻ പറ്റൂല, അഭൗതികവും ചോദിക്കാൻ പറ്റില്ല. ഇതിലേതാ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോ? ഭൗതികമായ സഹായം അഭൗതികമായ സഹായം ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കാൻ പാടില്ല, മരിച്ചവരോടും ചോദിക്കാൻ പാടില്ല എന്ന് ഒരു വശം. അഭൗതികവും ഭൗതികവും മരിച്ചവരോട് മാത്രം ചോദിക്കാൻ പാടില്ല, രണ്ട് വശം. ഇതിലേതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. രണ്ടും ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂലല്ലോ. സുഹൃത്തിന്റെ സംസാരത്തിൽ രണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ് നമ്മൾ ഇപ്പൊ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, ഏതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ചോദിച്ചോളൂ. ഭൗതികമായ കാര്യങ്ങൾ ഭൗതികനായ മനുഷ്യനോട് ചോദിക്കാം, അഭൗതികമായ കാര്യങ്ങള് മരിച്ചവരോടും ചോദിക്കരുത്, ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കരുത് എന്ന അഭിപ്രായമാണ് എന്റെ. ഏത് വിഷയമായും ചർച്ച ചെയ്യാം, ഉസ്താദിന്റെ ചോയ്സ്. അഭൗതികമായ കാര്യം ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഹിദായത്ത് ഞാൻ പറയാം. ഹിദായത്തിനെ തേടുക, അത് അഭൗതികാണോ അല്ല ഭൗതികാണോ? ഒന്ന് അടിച്ചോളൂ, വേഗം അടിച്ചോളൂ. ഹിദായത്ത് അത് അള്ളാഹ് അല്ലാത്തവരോട് തേടാൻ പറ്റൂലല്ലോ. ഹിദായത്ത് അഭൗതികാണ്. അത് അള്ളാഹു അല്ലാത്തവർ ചെയ്യലുണ്ടോ? ഹിദായത്താക്കൽ അള്ളാഹ് അല്ലാത്തവർ ചെയ്യലുണ്ടോ? അള്ളാഹ് അല്ലാത്തവർ ഹിദായത്താക്കലുണ്ടോ? ഇല്ല. എന്നാൽ അത് തെറ്റാണ്, അങ്ങനെയല്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ അങ്ങാണ് നേർമാർഗത്തിലേക്ക് ഹിദായത്താക്കുന്നവൻ. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ഹിദായത്താക്കുന്നവൻ നിങ്ങളാണ് നബിയെ. ഖാലല്ലാഹു അസ്സ വജല്ല. അള്ളാഹ് പറയണു. നമുക്ക് നബിയോട് ചോദിക്കാൻ പറ്റൂലേ? നബി അത് ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹ് പറയണു. നബിയെ ഞങ്ങളെ ഹിദായത്താക്കണേ എന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? വിഷയം മനസ്സിലായോ? നിങ്ങൾ പറയുന്നു ഹിദായത്ത് അഭൗതികമാകുന്നു. ഹിദായത്ത് അള്ളാന്റെ റസൂൽ ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹ് തന്നെ പറയുന്നു. അതടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്നു, അള്ളാന്റെ റസൂലെ ഞങ്ങളെ ഹിദായത്താക്കണേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? മൈക്കെടുത്ത് പറഞ്ഞോളൂ. അള്ളാഹുവിന്റെ റസൂലിനോട് ഹിദായത്ത് തരാൻ നമ്മൾ തേടുന്നത് തെറ്റ് തന്നെയാണ്. അള്ളാഹുവിനോട് ഹിദായത്ത് തരാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഹിദായത്തിനുള്ള ഏർപ്പാടുകൾ, വഴികൾ ചെയ്തു കൊടുക്കാമെന്നല്ലാതെ ഹിദായത്ത് നൽകേണ്ടവൻ അള്ളാഹു തന്നെയല്ലേ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂലെ അങ്ങാണ് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നവൻ, സൽപാന്താവിലേക്ക് സത്യമാർഗത്തിലേക്ക് ഹിദായത്താക്കുന്നവൻ നിങ്ങളാകുന്നു എന്ന് അള്ളാഹ് നബിയോട് പറയാ. ഇന്നക നിശ്ചയം നിങ്ങൾ, നബിയോട് പറയാ, നബിയെ നിങ്ങൾ, ലതഹ്ദി നിശ്ചയം നിങ്ങൾ തന്നെയാകുന്നു. അങ്ങനെയുണ്ട്, അറബി ഗ്രാമറിന് അങ്ങനെയുണ്ട്. ഇന്നാന്ന് പറഞ്ഞാൽ തന്നെ നിശ്ചയം എന്ന അർത്ഥം കിട്ടി. പിന്നെ ലതഹ്ദി ലാമ്, അതും തഅ്കീദിന്റെ ലാമാ വന്നിട്ടുള്ളത്. ലതഹ്ദി കട്ടി പിന്നെയും കൂട്ടുക, നിങ്ങൾ തന്നെയാണ് നബിയെ. ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ഹിദായത്താക്കുന്നവൻ എന്ന് അള്ളാഹ് പറയാ. നബി സത്യമാർഗത്തിലേക്ക് ഹിദായത്താക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു ഈ അഭൗതികമായ പണിയാണ് ഹിദായത്താക്കുക എന്നുള്ളത്. അത് നബി ചെയ്യൂല, അത് അള്ളാഹ് മാത്രമേ ചെയ്യൂ എന്നാ നിങ്ങൾ പറഞ്ഞു. അള്ളാഹ് പറയുന്നു ഞാനല്ല, നബിയും ചെയ്യുന്നുണ്ട് എന്ന്. എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? നബി ചെയ്യുന്നില്ല എന്നാണോ? അള്ളാഹ് പറയുന്നു നബി നിങ്ങളെ പണി എടുക്കുന്നുണ്ട് എന്നാ, ഹിദായത്തിലാക്കുക എന്നുള്ള പണി നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. നമ്മൾ അത് വിശ്വസിക്കണോ? ഇനി അത് നമ്മൾ തള്ളിക്കളയണോ? എനിക്കറിയില്ല സുഹൃത്ത് എന്താ പറയാന്നുള്ളത്. അള്ളാഹ് പറയുന്നു നബിയെ ആ അഭൗതികമായ പണി നിങ്ങൾ എടുക്കുന്നുണ്ട് നബിയെ. ഇന്നക്കല്ല തഹ്ദി, നിങ്ങൾ ഹിദായത്താക്കുന്നുണ്ട് നബിയെ എന്ന് തന്നെ പറയുന്നു അള്ളാഹ്. അപ്പോ ചോദിക്കാണ്, ആ പണി അള്ളാഹ് പറയാണ് നബി ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മളത് അംഗീകരിക്കണോ അല്ല തള്ളിക്കളയണോ? മൈക്കെടുത്തോളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് റസൂലുള്ളാഹിക്ക് നൽകാൻ പറ്റിയിരുന്നു എങ്കിൽ മുശ്രിക്കായ ജനങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അബൂജഹൽ പോലുള്ള ആൾക്കാർ, അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയിരുന്നില്ലല്ലോ.
അപ്പൊ അള്ളാഹു താലയല്ലേ ഹിദായത്ത് നൽകേണ്ടത് എല്ലാ മനുഷ്യർക്കും. സുഹൃത്തെ, അള്ള പറയാണെന്നാ ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ വർത്താനം പറഞ്ഞതല്ല. അള്ള പറയാണ്, നബിയെ നിങ്ങൾ ഹിദായത്താക്കുന്നു, നിങ്ങൾ ജനങ്ങളെ ഹിദായത്താക്കുന്നു. ആ അഭൗതികമായ പണി അള്ള എടുക്കുന്നു. അല്ല, നബിയെ നിങ്ങൾ എടുക്കുന്നു, നബിയെ നിങ്ങൾ എടുക്കുന്നു ആ അഭൗതികമായ പണിയിൽ. ഇത് നമ്മൾ അംഗീകരിക്കണോ വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കണ്ട എന്ന് പറയുക, അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കണം എന്ന് പറയുക. നമുക്ക് എളുപ്പം വിഷയത്തിലേക്ക് പോവാലോ. അത് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കണം എന്ന് പറയണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയാം. വേഗം വൈക്കെടുത്തോളൂ. അത് നമ്മൾ മനസ്സിലാക്കിയതിലുള്ള തെറ്റല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. അല്ലാതെ ഹിദായത്ത് നൽകാൻ കഴിവുള്ളവൻ ആര് തന്നെയാണ്? അള്ളാഹു തന്നെയല്ലേ. ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു തന്നെയല്ലേ. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആ ഖുർആന്റെ ആ അർത്ഥം എന്താണ്? നിങ്ങളൊന്ന് വിശദീകരിച്ചോളി. ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് പറഞ്ഞോളി. അല്ല, എനിക്ക് അങ്ങനെ വിശദീകരിച്ചത് എനിക്കറിയില്ല. അതാണ് സത്യത്തിൽ നമ്മൾ അത്ര ആയിട്ടില്ല. ഞാൻ ഒന്നും ആയിട്ടില്ല. എനിക്ക് അതിന്റെ വിശദീകരണം തരാൻ അറിയില്ല. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, എനിക്ക് തർക്ക വിഷയമല്ല, എനിക്ക് മനസ്സിലാക്കാനാണ് എന്ന് ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും ഹിദായത്തും യാസ്തിയാക്കി തരട്ടെ. ശരി, ഇനി ഞാൻ വിശദീകരിക്കാം. ഓക്കെ, ഞാൻ വിശദീകരിക്കാം. അബ്ദുറഹ്മാൻ സാഹിബ് കേട്ടോളൂ. കേൾക്കാലല്ലേ? തുറന്ന മനസ്സോടുകൂടെ കേട്ടോളൂ കേട്ടോ. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു അള്ളാഹു ഹിദായത്താക്കുന്നവൻ അല്ലേ? ഹിദായത്താക്കുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. ഇത് ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു, എല്ലാരും വിശ്വസിക്കുന്നു. പക്ഷേ ഖുർആനിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നു, ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ നിങ്ങളാണ് ഹിദായത്താക്കുന്നവൻ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. അഥവാ ഹിദായത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, അഥവാ ഭൂമി ലോകത്തുള്ള മനുഷ്യരെ ഹിദായത്താക്കാൻ കാരണക്കാരനാകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാകുന്നു അല്ലേ? ഭൂമി ലോകത്തുള്ള മനുഷ്യനെ ഹിദായത്താക്കാനുള്ള കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? 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 ഓക്കെ, ആ അർത്ഥത്തിൽ നമ്മളും പറയാ, അള്ളാന്റെ റസൂലെ ഞങ്ങളെ ഹിദായത്താക്കണേ, അഥവാ ഞങ്ങൾക്ക് അതിനുള്ള കാരണക്കാരനാവണേ. ശരിക്കും ശ്രദ്ധിക്കുക, ആ അർത്ഥത്തിൽ തന്നെ നമ്മളും പറയാണ്. എന്ത്? അള്ളാന്റെ റസൂലെ ഞങ്ങളെ ഹിദായത്താക്കണേ. ഏതാ അർത്ഥം? അള്ള എന്തർത്ഥാണോ പറഞ്ഞത് ആ അർത്ഥം ഏതാണ്? അതിനുള്ള കാരണക്കാരനാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആ അർത്ഥത്തിൽ തന്നെ നമ്മളും പറയാ, നബിയെ ഞങ്ങളെ ഹിദായത്താക്കണേ. എന്താണ് അർത്ഥം? അതിനുള്ള കാരണക്കാരനാവണേ എന്ന അർത്ഥത്തിൽ നമ്മൾ ചോദിച്ചാലോ അത് തെറ്റാവുമോ? അള്ള ആ ഉദ്ദേശിച്ച അർത്ഥപ്രകാരം തന്നെ അതിനുള്ള കാരണക്കാരനാവണേ. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. നബിയുടെ പ്രാർത്ഥനയുണ്ട്, നബിയുടെ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് നബി തങ്ങള് എന്ത് പ്രാർത്ഥിച്ചു? അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അബൂജഹലിനെ കൊണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ടോ ദീന് ശക്തിപ്പെടുത്തണേ അല്ലാഹ് ദുആ ചെയ്തു. നബിയുടെ ആ പ്രാർത്ഥന കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിനെ അല്ലാഹ് ഹിദായത്താക്കി. അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബും ഉമറാണ്, അതുപോലെ തന്നെ നമ്മളെ മറ്റേ അബൂജഹലും ഉമറാണ്. അപ്പോ അഹദിൽ ഉമറൈനെ കൊണ്ട് എന്ത് ചെയ്യണം? ഇസ്ലാം ശക്തിപ്പെടുത്തണം. ആ ഒരു പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിനെ അള്ളാഹ് ഹിദായത്താക്കുന്നു. ശരി, നമ്മളും പറയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളെ ഹിദായത്താക്കണേ. ഏതാ അർത്ഥം? അതിനുള്ള കാരണക്കാരനാവണേ.
ഞങ്ങൾക്കും അതിനുള്ള കാരണക്കാരനാവണേ നബിയെ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എങ്കിൽ അത് തെറ്റുണ്ടോ? മൈക്കെടുത്തോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്നതിന് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ചോദിക്കുന്നത്, അതാണ് എന്റെ സംശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ബറയിൽ പോയിട്ട് റൗള ശരീഫ് പോയിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നതാണ് എനിക്ക് സംശയം. ചോദിക്കാൻ പാടുവോ ചെയ്യാൻ പാടുവോ എന്താണ് എന്നുള്ളത്. അതിനാണ് ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അഭൗതികമായ കാര്യം ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കാൻ പാടില്ല എന്നല്ലേ സുഹൃത്ത് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത്? അഭൗതികമായ കാര്യം ജീവിച്ചിരിക്കുന്നവരോടും അതിനെ ഞാൻ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന നബിയോട് ഇങ്ങനെ ഹിദായത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. വഫാത്തായതിനു ശേഷം ചോദിക്കാവൂ എന്നുള്ള ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന നബിയോട് ഹിദായത്ത് ചോദിക്കാൻ പറ്റുമോ? അത് പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? ഏതർത്ഥത്തിൽ? ഈ അർത്ഥത്തിൽ. അഭൗതികമായ കാര്യം ഹിദായത്ത് ഒരു ഉദാഹരണമാണ്. മനസ്സിലായില്ലേ? ഈ ഹിദായത്ത് അഭൗതികമായ കാര്യമാണ്. ഇത് ജീവിച്ചിരിക്കുന്ന നബിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നാ ഞാൻ ഇപ്പൊ ചർച്ച ചെയ്തിട്ടുള്ളൂ. മരിച്ചിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അത് എത്താൻ പോണേ ഉള്ളൂ. അത് മനസ്സിലായോ? മൈക്കെടുത്തോളൂ. നമ്മൾ മനസ്സിലാക്കിയതിലുള്ള തെറ്റല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാരണക്കാരനാകുന്നതിന് നമ്മൾ ഹിദായത്ത് കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ ഈ സംഭവം ഇങ്ങനെ തോന്നാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാമെന്ന് ഈ ആശയക്കുഴപ്പം വരാൻ കാരണം അതാണ് നമ്മൾ തേടിയത്. നബിയെ അതിനുള്ള കാരണക്കാരനാകണേന്ന്. നബിയെ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടാനുള്ള കാരണക്കാരനാകണേ എന്നാണ്. ഹിദായത്ത് തരണേന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അർത്ഥം ഇന്നക്കല തെഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം. അള്ളാഹ് പറഞ്ഞു എന്ത്? നബിയെ ജനങ്ങളെ ഹിദായത്തിലാക്കുന്നത് നിങ്ങളാണ്. ഏതർത്ഥത്തിലാണ്? അതിന് നിങ്ങൾ കാരണക്കാരനാണ്. ആ അർത്ഥത്തിൽ തന്നെ നബിയെ ഞങ്ങളെ ഹിദായത്തിലാക്കണേ, അതിനുള്ള കാരണക്കാരനാകണേ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം ഞങ്ങളെ ഹിദായത്തിലാക്കണേ എന്ന അർത്ഥം ഏതാണ്? ഇത് തന്നെ, അതിനുള്ള കാരണക്കാരനാവണേ എന്നാണ്. ആ അർത്ഥത്തിൽ ചോദിച്ചാൽ തെറ്റല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് എന്നാ ചോദിക്കണേ. മൈക്കെടുത്തോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്നത് തെറ്റ് തന്നെയല്ലേ? അള്ളാഹുവിനോട് ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നതും രണ്ട് തന്നെയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് ചോദിച്ചാൽ തെറ്റ് തന്നെയല്ലേ അത്? അല്ല പറയാണ് ഹബീബെ, ശരിക്കും ശ്രദ്ധിക്ക്. അല്ല പറയാണ് നബിയെ നിങ്ങൾ ജനങ്ങളെ ഹിദായത്തിലാക്കുന്നുണ്ട്, നിങ്ങളാണ് ജനങ്ങളെ ഹിദായത്തിലാക്കുന്നത്. അതിനൊരർത്ഥം ഉണ്ടല്ലോ. ഏത്? നബി അതിനുള്ള കാരണക്കാർ. അതൊന്നും അവിടെ പബ്ലിക്കിലില്ല, അർത്ഥത്തിലില്ല, അതിന്റെ ലഫ്ളിലില്ല, അതിന്റെ വാക്കിൽ ആ അർത്ഥമൊന്നുമില്ല. അർത്ഥം എത്രയേ ഉള്ളൂ. വാക്കിന്റെ അർത്ഥം നബിയെ നിങ്ങൾ ജനങ്ങളെ, നിശ്ചയം നിങ്ങൾ ജനങ്ങളെ ഹിദായത്തിലാക്കുന്നു എന്നാണ് അതിനർത്ഥം. ശരി, ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ പറയുന്നു നബിയെ നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കണേ. അള്ളാഹ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിനുള്ള കാരണക്കാരൻ നബിയെ നിങ്ങളാകുന്നു എന്നാണ്. നമ്മളും പറയുന്നു അർത്ഥം തന്നെ, നബിയെ അതിനുള്ള കാരണം നിങ്ങളാകുന്നു എന്നാണ്. ഇതിനെവിടെയാ തെറ്റ്? അള്ളാഹ് പറഞ്ഞ അതേ അർത്ഥമാണ് നമ്മളും മനസ്സിലാക്കുന്നത്. അള്ളാഹ് പറഞ്ഞ അതേ വാക്കാണ് നമ്മളും ചോദിക്കുന്നത്. ഇതിലെവിടെയാണ് തെറ്റുള്ളത് എന്ന് ഞാൻ ചോദിച്ചത്. അള്ളാഹ് പറഞ്ഞത് തെറ്റാണെങ്കിലല്ലേ നമ്മൾ പറഞ്ഞത് തെറ്റാവുള്ളൂ. അള്ളാഹ് പറഞ്ഞ അർത്ഥം തെറ്റാണെങ്കിലല്ലേ നമ്മൾ പറഞ്ഞ അർത്ഥവും തെറ്റാവുള്ളൂ. അള്ളാഹ് പറഞ്ഞ അർത്ഥത്തിൽ, അള്ളാഹ് പറഞ്ഞ വാക്കിൽ തന്നെ നമ്മൾ ചെയ്താൽ എങ്ങനെയാ തെറ്റ് വരുന്നത്? അള്ളാഹ് പറഞ്ഞ അതേ വാക്ക് അതേ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ അള്ളാഹ് പറഞ്ഞ വാക്ക്? നബിയെ നിങ്ങൾ ഹിദായത്തിലാക്കുന്നു എന്നാ. നമ്മൾ പറഞ്ഞു നബിയെ നിങ്ങൾ ഹിദായത്തിലാക്കണേ എന്നാ, നിങ്ങൾ തന്നെ ഹിദായത്തിലാക്കണേ എന്നാണ്.
എന്താണ് അള്ള പറഞ്ഞ വാക്കിന്റെ അർത്ഥം? നിങ്ങൾ അതിനുള്ള കാരണക്കാരൻ ആകുന്നു എന്നാണ്. നമ്മളും പറയുന്നു അതേ അർത്ഥത്തിൽ തന്നെ നബിയെ നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കാനുള്ള കാരണം ആകുന്നു എന്നാണ്. ഇവിടെ തെറ്റുള്ളത് എന്നാ ചോദിക്കുന്നത്. എന്താണ് തെറ്റ്? അള്ള പറഞ്ഞതിലാണോ തെറ്റല്ല നമ്മൾ പറഞ്ഞതിലോ? നമ്മൾ പറഞ്ഞതും അള്ള പറഞ്ഞതും ഒരേ വാക്കാണ്, ഒരേ അർത്ഥത്തിലാകുന്നു. അല്ല, നബിയെ നിങ്ങൾ ഹിദായത്ത് തരണേ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ടോന്നാ ചോദിച്ചത്. കാരണക്കാരൻ ശരി തന്നെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് കാരണക്കാരൻ ഹിദായത്ത് നമുക്ക് ജനങ്ങൾക്ക് കിട്ടാൻ. പക്ഷെ റസൂലെ നിങ്ങൾ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്ന് ചോദിക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെയാ ഹബീബ് പറയുന്നത്. ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞാലും ഹിദായത്തിലാക്കണേ എന്ന് പറഞ്ഞാലും ഒന്നല്ലേ? നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കണേ എന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണോ? അല്ലെ രണ്ടും രണ്ടാണോ? അബ്ദുറഹ്മാൻ സാഹിബ്, രണ്ടും രണ്ടാണെങ്കിൽ അങ്ങനെ പറയും. അല്ല, ഒന്ന് പറഞ്ഞാൽ മതി. രണ്ടും രണ്ടാണെങ്കിൽ രണ്ടാണെന്ന് അടിച്ചോളൂ. എന്നാ പിന്നെ വേഗം നിങ്ങൾക്ക് മൈക്ക് തരാലോ. നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കണേ എന്നും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ രണ്ടാണ്. ശരി, എന്നാ പിന്നെ ആ രണ്ടാണ് എന്നുള്ള എങ്ങനെയാ ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾ മനസ്സിലാക്കിയത് പറഞ്ഞോളൂ കേട്ടോ. ഹിദായത്തിലാക്കണേ എന്നുള്ളത് വേറെ തന്നെയാണല്ലോ. ഹിദായത്ത് തരണേ എന്ന് പറഞ്ഞാല് ഉദ്ദേശം മാറിയില്ലേ? ഹിദായത്ത് തരണേ എന്ന് പറയുന്നത് എന്ന് വെച്ചാല് മനസ്സിലാക്കി തരണേ എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഹിദായത്ത് തരണേ എന്ന് പറയുന്നതും ഹിദായത്ത് ചെയ്യണേ എന്ന് പറയുന്നത് രണ്ട് തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാല്ലേ, നബിയെ ഞങ്ങളെ ഹിദായത്തിലാക്കണേ എന്ന് പറയല്ലേ? ഹിദായത്ത് തരണേ എന്നാ പറഞ്ഞുവിടാത്തേ ഉള്ളൂ, ഹിദായത്തിലാക്കണേ എന്ന് പറയാ അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ രണ്ടാന്ന് പറഞ്ഞതിൽ അർത്ഥം, രണ്ടും പറയാൻ പറ്റൂല. പിന്നെ രണ്ടാണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. മൈക്കെടുത്തോളൂ. ഉസ്താദേ, ഞാൻ ചോദിച്ചത് ജീവനോട് ഇരിക്കുന്ന കാലത്ത് ഉള്ള സംസാരിക്കുന്ന പറയുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ജീവനോട് ഇരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം ഹിദായത്തിലാക്കാനുള്ള വഴികൾ പറഞ്ഞു തരണേ, ആ ഉദ്ദേശത്തിൽ. അല്ലാതെ ഹിദായത്ത് തരണേ എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തിന് ശേഷവും ചോദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. ഓക്കെ, അതെന്നെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടുള്ളൂ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ് ക്ലിയർ ആകുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അഭൗതികമായ ഹിദായത്ത് എന്ന പദം തന്നെ എന്ത് ചെയ്യാം, അതിനുള്ള കാരണക്കാരനാകണേ നബിയേ എന്ന അർത്ഥത്തിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് അല്ലേ? ജീവിച്ചിരിക്കുന്ന സമയത്ത്, വഫാത്തിന് ശേഷം എല്ലാം പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചോദിക്കാം, ആ അർത്ഥത്തിൽ അല്ലേ? ഹിദായത്ത് നബിയോട് ചോദിക്കാം. ഏതർത്ഥത്തിൽ? അതിനുള്ള കാരണക്കാരൻ നിങ്ങളാകണേ നബിയെ എന്ന അർത്ഥത്തിൽ നബിയോട് ഹിദായത്ത് ജീവിതകാലത്ത് ചോദിക്കാവുന്നതാകുന്നു അല്ലേ? ശരിയല്ലേ? ആ പറഞ്ഞ അർത്ഥപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് ക്ലിയറായി. പക്ഷെ മുജാഹിദീങ്ങൾ അങ്ങനെയല്ല കേട്ടോ പറയാ, ജീവിതകാലത്തും ഹിദായത്ത് ചോദിക്കാനേ പറ്റൂല എന്നാണ് മുജാഹിദിന്റെ അഭിപ്രായം. അതുവിടാ, അത് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അഭിപ്രായം അല്ല കേട്ടോ. അബ്ദുറഹ്മാൻ സാഹിബ് എന്തായാലും ജീവിതകാലത്ത് ഈ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് എന്ത് ചെയ്യാം, ഹിദായത്തിൻ തരാനുള്ള കാരണക്കാരൻ അങ്ങാവണേ എന്ന അർത്ഥത്തിൽ നബിയോട് ചോദിക്കാൻ പറ്റുന്നതാണ് എന്ന അഭിപ്രായത്തിലല്ലേ? അല്ലേ? ശരിയെന്നല്ലേ? അബ്ദുറഹ്മാൻ സാഹിബ് അങ്ങനെ തന്നെയല്ലേ? നബിയോട് ജീവിതകാലത്ത് ആ അർത്ഥത്തിൽ ഹിദായത്ത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. ഇനി മൈക്കെടുത്തോളൂ. ആ സന്മാർഗത്തിനുള്ള വഴികൾ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു തരണേ എന്ന് റസൂലുള്ളാഹിനോട് നമുക്ക് ആവശ്യപ്പെടാം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്.
ആ ജീവിതകാലത്ത് പറഞ്ഞു. അതേ ആ അർത്ഥത്തിൽ തന്നെ സന്മാർഗത്തിനുള്ള വഴികൾ അത് നബി തങ്ങളുടെ പ്രാർത്ഥന മതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ഹിദായത്താക്കാൻ അള്ളാഹ് ഹിദായത്താക്കാനുള്ള കാരണം എന്താ? നബി തങ്ങൾ പ്രാർത്ഥിച്ചതാ അയ്യിദുൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ. അങ്ങനെ നബിയുടെ പ്രാർത്ഥനയാവാം, ഷഫാഅത്താവാം, ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ നബിയുടെ കാരണങ്ങൾ, നബിയുടെ ദഅവത്താവാം, പ്രബോധനം, അങ്ങനെ പലതും ഉണ്ട്. അതാ പറഞ്ഞു നബിയുടെ കാരണം കൊണ്ട് ഹിദായത്താകുക. അതാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. എന്ത്? ഇന്നക്കല തഹ്ദി ഇലാ സിറാത്തുൽ മുസ്തഖീം, നബിയെ നിങ്ങളാണ് ജനങ്ങളെ ഹിദായത്തിലേക്ക് ആക്കുന്നത്. ശരി, ആ അർത്ഥത്തിൽ തന്നെ ജീവിതകാലത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയെ ഞങ്ങളെ നിങ്ങൾ ഹിദായത്തിലേക്ക് ആക്കണേ, ഹിദായത്താക്കണേ. അർത്ഥം ഏതാണ്? അള്ളാഹ് പറഞ്ഞ അതേ അർത്ഥം. അതിനുള്ള കാരണക്കാരൻ നബിയെ നിങ്ങളാകണേ എന്ന അർത്ഥത്തിൽ. അത് പ്രാർത്ഥനയാവാം, ഷഫാഅത്താവാം, ദഅവത്താവാം, ഒക്കെയും ആവാം. ഏതർത്ഥത്തിലായാലും അതിനുള്ള കാരണക്കാരൻ മുത്ത് റസൂലുള്ളാഹി തങ്ങളാണ് എന്ന ആ അർത്ഥത്തിൽ നബിയോട് ചോദിക്കുന്നു. ജീവിതകാലത്ത് നബിയെ അങ്ങ് ഞങ്ങളെ ഹിദായത്താക്കണേ എന്ന് ദുആ ചെയ്യുന്നു. ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു. തലബ്, ഇനി ദുആ ഒഴിവാക്കിയേക്കട്ടാ, ദുആ ഒഴിവാക്കിയേക്ക്. ചോദിക്കുന്നു നബിയോട്. അത് തെറ്റല്ല അല്ലേ? നബിയോട് ചോദിക്കുകയാണ്. അള്ള പറഞ്ഞ അതേ അർത്ഥത്തിൽ അള്ള പറഞ്ഞ അതേ വാക്കുകൊണ്ടുള്ള ചോദ്യം നബിയോട് ചോദിക്കുകയാണ്. ജീവിതകാലത്ത്, മരണപ്പെട്ടതിന് ശേഷമല്ല. അത് ചോദിക്കുകയാണെങ്കിൽ അത് തെറ്റല്ല. ക്ലിയർ ആയില്ലേ? അത് ക്ലിയറായി. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി സുഹൃത്തുക്കളെ? അഭൗതികമായ കാര്യങ്ങൾക്കുള്ള കാരണക്കാരനാണ് മുത്ത് റസൂലുള്ള എന്നുള്ള അർത്ഥത്തിൽ നബിയോട് അഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാം. അതിനുള്ള കാരണക്കാരൻ നബിയാണ് എന്ന അടിസ്ഥാനത്തിൽ. മനസ്സിലായില്ലേ? ഹിദായത്ത് അഭൗതികമാകുന്നു. അഭൗതികമായ കാര്യങ്ങൾക്കുള്ള കാരണക്കാരനാണ് നബി, ചെയ്യുന്നവൻ നബിയല്ല. യഥാർത്ഥത്തിൽ അതിനുള്ള കാരണക്കാരനാണ് നബി എന്ന അടിസ്ഥാനത്തിൽ നബിയോട് ചോദിക്കുന്നത് തെറ്റല്ല. ക്ലിയർ? വിഷയം ക്ലിയർ അല്ലേ? ഞാൻ മലയാളി, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അഭൗതികമായ കാര്യങ്ങൾക്കുള്ള കാരണക്കാരനാണ്. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ശരി, അപ്പൊ ജീവിതകാലത്ത് അഭൗതികമായ കാര്യങ്ങൾക്കുള്ള കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അടിസ്ഥാനത്തിൽ നബിയോട് ജീവിതകാലത്ത് അഭൗതികമായ കാര്യങ്ങൾ തേടുന്നതിന് തെറ്റില്ല. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഇനി ഈ ചർച്ച നീട്ടിക്കൊണ്ട് പോകണോ? 2 മണി കഴിഞ്ഞു UAE. ബാക്കി നാളെ ആയാ പോരെ? ഇനി മരണപ്പെട്ടതിന് ശേഷം പറ്റുമോ പറ്റൂലേ? ഇതേ ചോദ്യം നബിയുടെ വഫാത്തിന് ശേഷം ആകാമോ ആകാൻ പറ്റൂലേ? ഈ ചർച്ച നാളെ ആയിക്കൂടെ? ഓക്കെ, മൈക്കെടുത്തോളൂ. ഇൻഷാ അല്ലാഹ് നാളെ ആക്കാം ഉസ്താദെ. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആകാംക്ഷയുണ്ട്. തീർച്ചയായും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പരസ്പരം മനസ്സിലാക്കാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക്കും, ബാറക്കല്ലാഹു ഫീക്കും, ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു തആല ഹിദായത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കുറച്ചും കൂടി നേരത്തെ വരാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാകും. കാരണം ഞാൻ UAE-യിലാണ്. UAE-യിൽ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും ഒരു മാനുഷികമായ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ ചർച്ച വീണ്ടും ബാഖവി ഉസ്താദ് വരും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.